കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മുഴുവൻ വികാരത്തിന്റെ പ്രതിഫലനമായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ മാഗ്നം കൺസോഷ്യം എന്ന കച്ചവട സംഘം നശിപ്പിച്ചില്ലാതാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ മാഗ്നത്തിന്റെ കയ്യിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടാൻ പോവുകയാണ്. പുതിയൊരു കൺസോഷ്യം ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. പല ആളുകളുടെയും റിപ്പോർട്ടുകൾ വായിച്ച് നമ്മൾ തല പോയിരിക്കുകയാണ്. ഇന്നാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ കിട്ടിയത്. 100% എനിക്ക് ഉറപ്പുള്ള സോഴ്സിൽ നിന്നാണ് ഈ റിപ്പോർട്ട് കിട്ടിയത്. അത്യാവശ്യം ദീർഘനേരം ഇരുന്ന് സംസാരിച്ച് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 2 ഘട്ടമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടേക്ക് ഓവർ പൂർണ്ണമാവുക. 1ാം ഘട്ടം, 2ാം ഘട്ടം എന്നിങ്ങനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ മാഗ്നം കൺസോഷ്യത്തിന്റെ കയ്യിൽ നിന്നും വിടുതൽ പ്രാപിക്കാനുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഇത്. അൾട്ടിമേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നെത്താൻ പോകുന്നത് വളരെ വലിയൊരു ഗ്രൂപ്പിന്റെ കയ്യിലേക്കാണ്. കേരളത്തിൽ പേരുകളുള്ള വളരെ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. അവർക്ക് സ്വന്തം സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിശാലമായ ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ ഈ പേരന്റ് ഓർഗനൈസേഷന് നേരിട്ട് മാഗ്നവുമായിട്ട് ഒരു ഇടപാടിന് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, നമ്മൾ 2-3 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം കോവിഡ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാല്യൂഷൻ ഏകദേശം 230 കോടി രൂപ പറഞ്ഞ ഒരു കൺസോഷ്യം, അതേ കൺസോഷ്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വീണ്ടും ഏറ്റെടുക്കുന്നത്. പക്ഷെ അന്ന് 230 കോടിയോളം രൂപ കേരള ബ്ലാസ്റ്റേഴ്സിന് വാല്യൂഷൻ നടത്തിയ ഗ്രൂപ്പ് ഇപ്പം ഈ ഒരു ക്ലബിനെ വാല്യൂ ചെയ്യുന്നത് ഒരു 73 കോടിയാണ്. 73 കോടി രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിനെ വാല്യൂ ചെയ്യുന്നതെങ്കിൽ പോലും മാഗ്നവുമായിട്ട് എത്തിയിരിക്കുന്ന ഡീല് ഏകദേശം 115 കോടിക്ക് അകത്തുള്ള ഒരു എമൗണ്ടിലാണ്. ഇനി എന്തുകൊണ്ട് കാലതാമസം നേരിടുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം. ഈ മാഗ്നം കൺസോഷ്യം എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലൊരു കമ്പനിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന പേരന്റൽ ഓർഗനൈസേഷന് മാഗ്നവുമായിട്ട് ഒരു ഡയറക്റ്റ് ഡീലിന് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. കാരണം ഒരുപാട് ഏരിയകളിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കൺസോഷ്യമാണ് ഇവര് നടത്തിയ പിടിപ്പുകേടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കോടതി നടപടിക്രമങ്ങളും ഒക്കെ വളരെ വലിയ തലവേദനയാണ്. അതുകൊണ്ട് മാഗ്നവുമായിട്ട് നേരിട്ട് ഒരു ഇടപാടിന് ഇവർ തയ്യാറല്ലാത്തത് കൊണ്ട് മിഡിൽ ഈസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സും മാഗ്നവുമായിട്ടുള്ള ബിസിനസ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഗ്നത്തിന്റെ കയ്യിൽ നിന്നും ഈ മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് പേരന്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേരന്റൽ കൺസോഷ്യം ഇതിലേക്ക് വലുതായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ഒരു 2 ഘട്ടത്തിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ടേക്ക് ഓവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള കാര്യം, എന്തുകൊണ്ട് ഇപ്പം ഇവർ ഇടപാടിന് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർപ്പറേറ്റുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. മാഗ്നവുമായിട്ടൊരു ബിസിനസ് ഡീലിലേക്ക് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ കോടതി നടപടിക്രമങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മുക്തമായിട്ടില്ല. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഒരു കോൺസോഷ്യം തമ്മിൽ ഒരു ബിസിനസ് ഡീൽ നടക്കുകയാണെങ്കിൽ ഇവര് ഈ മാഗ്നം കൺസോഷ്യത്തിലെ ആളുകൾ വരുത്തി വെച്ച ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്. ഇതിന്റെ പേരിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു റിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീല് അബോർട്ടായി പോവും. പിന്നെ പുതിയൊരു കൺസോഷ്യം ക്ലബിനെ ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവര് സ്റ്റേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഈ നിമകത പ്രസാദിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നിന്നും എക്സിറ്റ് ആവുമ്പോൾ മാത്രമാണ് പുതിയൊരു കൺസോഷ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായിട്ടും ടേക്ക് ഓവർ ചെയ്യാൻ കഴിയുക. ഇപ്പം മിഡിൽ ഈസ്റ്റ് ആസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രൂപ്പും മാഗ്നം കൺസോഷ്യവും തമ്മിലാണ് ഡീല് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ വരാൻ പോകുന്ന സീസണിൽ പുതിയ കൺസോഷ്യത്തിന് നേരിട്ട് ബ്ലാസ്റ്റേഴ്സിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിരിക്കില്ല. ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസോഷ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ കൺസോഷ്യവും മാഗ്നവും കൂടി ചേർന്നിട്ടായിരിക്കും ഇത്തവണത്തെ സീസൺ നടത്താൻ പോവുക. എന്ന് വെച്ചാൽ ഈ ഒരു ക്ലബിന്റെ ട്രാൻസ്ഫർ നടപടികൾ, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ നടപടികൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സാവധാനത്തിന് സ്മൂത്ത് ആയിട്ട് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്ലേയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് പ്ലേയേഴ്സിന്റെ സാലറി, പിന്നെ ക്ലബിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എല്ലാം മാഗ്നം ഒരു നിശ്ചിത തുകയും പുതുതായിട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന ടീമും ഒരു നിശ്ചിത തുകയും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മാഗ്നം ആയിരിക്കാം ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫേസ് ആയിട്ട് നിന്ന് ലീഗ് നടത്തുന്നത്. ആയിരിക്കാം എന്നല്ല, ആണ്. ഈ ഇപ്പം പുതിയ ഓണേഴ്സ് വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞാൽ പോലും കുറഞ്ഞത് ഒരു 8 മാസമെങ്കിലും ഈ മാഗ്നം കംപ്ലീറ്റ്ലി ഇതിൽ നിന്നും എക്സിറ്റ് ആയി പോകാൻ കാലതാമസം നേരിടും എന്നുള്ള ഒരു വസ്തുതയാണ്. കോടതി നടപടിക്രമങ്ങളും ഇതിന്റെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു വലിയ ഗ്രൂപ്പ് ഏറ്റെടുക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ നേരിട്ട് മാഗ്നത്തിന്റെ കയ്യിൽ നിന്ന് അവരിലേക്ക് പോകുന്നില്ല. കാരണം മാഗ്നം നടത്തി വെച്ച ബിസിനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നേരത്തെ 220 കോടി രൂപ ആ കോവിഡ് ബയോബബിൾ സമയത്ത് വാല്യൂ ചെയ്ത ക്ലബിന് തൊട്ടടുത്ത നിമിഷം 100 കോടിയോളം രൂപയാണ് എക്സ്ട്രാ ചോദിച്ചത്. അത് കൃത്യമായിട്ട് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ നടന്ന
പ്ലേ ഓഫ് മത്സരം എന്നോ സെമി ഫൈനൽ മത്സരം എന്നോ വിളിക്കാൻ കഴിയുന്ന ആ ഒരു മത്സരത്തിന് അന്ന് കോവിഡ് പ്രോട്ടോക്കോൾ മൂലം എല്ലാവരും അടച്ചിരിക്കുന്ന സമയത്താണ്. ലോക്ക്ഡൌൺ സമയത്ത് കാലിക്കറ്റ് ബീച്ചിൽ യാതൊരുവിധ അറിയിപ്പുകളും കൂടാതെ ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുകയും അവിടെ ഒരു ജനസാഗരം വരികയും ഇത്രയും വലിയ ബ്രാൻഡാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ, അതായത് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ മൊത്തത്തിലുള്ള ഫുട്ബോൾ പൊട്ടൻഷ്യലിനെക്കാട്ടി കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരൊറ്റ ക്ലബിനുണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ ആൾക്കൂട്ടത്തിനെ വെച്ചിട്ട് അമൗണ്ട് ഇവന്മാർ കൂടുതൽ ചോദിച്ചപ്പോഴാണ് അന്ന് ഈ ഒരു കൺസോഷ്യം ഇതിൽ നിന്നും എക്സിറ്റ് ആയി പോയത്. കാരണം ഇവന്മാർ മിനിറ്റിന് വില കൂട്ടി പോകുന്നു. അന്ന് 230 കോടി രൂപ മതിപ്പ് വില പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ഓഹരികൾക്ക് ഇവരിപ്പോ വാല്യൂ എന്ന് വെറും 73 കോടി രൂപയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മാഗ്നത്തിന് ISL നടത്താതിരിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. മാഗ്നത്തിന് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ തലയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മാഗ്നം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല വിലയ്ക്ക് വിൽക്കണം. ഇവര് ഇപ്പൊ 73 കോടി രൂപയാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ മാക്സിമം വാല്യൂഷൻ ആണ് 73 കോടി രൂപ. 73 കോടി രൂപ വാല്യൂ ചെയ്ത ക്ലബിന് ഏകദേശം 115 കോടിയോളം രൂപ മാഗ്നത്തിന് കൈമാറാൻ ഇവര് തയ്യാറാണ്. പിന്നെ ഓപ്പറേഷണൽ കോസ്റ്റിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ വേറെ ഉണ്ട്. അപ്പം ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റ് കൺസോഷ്യവും മാഗ്നവും തമ്മിലായിരിക്കും ഡയറക്റ്റ് ഡീൽ നടക്കുക. മാഗ്നം കംപ്ലീറ്റ്ലി ഇതിൽ നിന്നും എക്സിറ്റ് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഈ എക്സിറ്റ് ആവുന്നതിന് കുറച്ച് പ്രോസസ് ഉണ്ട്. 8 മാസത്തോളം കുറഞ്ഞത് ഈ എക്സിറ്റ് ആവുന്നതിന് സമയമെടുക്കും. ഈ മാഗ്നം കംപ്ലീറ്റ്ലി എക്സിറ്റ് ആയ ശേഷമാണ് ഈ വലിയ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പേര് പുറത്തുവിടാൻ പറ്റത്തില്ല. കുറച്ചു പേർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുന്ന ഒരു പേര് തന്നെയാണ്. അപ്പം അവര് ക്ലബിനെ ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളത് ഒരു വസ്തുതയല്ല, സത്യമാണ്. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞെന്നാണ് വിശ്വസിക്കുന്നത്. സിംപ്ലി മാഗ്നം ഒരുപാട് ലയബിലിറ്റീസ് വരുത്തി വെച്ചത് കൊണ്ട് തന്നെ മാഗ്നവുമായിട്ട് വലിയ കൺസോർഷ്യത്തിന് ഒരു ബിസിനസ് ഡീലിന് താല്പര്യമില്ല. കാരണം ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് വീണ്ടും എന്നിട്ട് കോർട്ട് പ്രൊസീജിയറിലേക്ക് പോയാൽ നീണ്ടു പോകും. അത്തരത്തിലൊരു ഈ റട്ടാപ്പിസം, അതായത് ചുവപ്പ് നാടയിൽ കുലുങ്ങി കിടക്കാൻ ഈ ഒരു കൺസോർഷ്യത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി മാഗ്നത്തിനെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ അതൊരു ടൈം പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മാഗ്നത്തിന്റെ ഇടപെടലോടുകൂടി തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോവുക. അടുത്ത സീസണോട് കൂടിയിട്ട്, അതായത് വരാൻ പോകുന്ന സീസണിൽ പ്ലേയേഴ്സിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസോഷ്യം ഉണ്ട്. ആ കൺസോഷ്യം ഓപ്പറേഷണൽ കോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാഗ്നത്തിനെ സഹായിക്കും. അങ്ങനെ ISL കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും. കംപ്ലീറ്റ് ടേക്ക് ഓവർ അടുത്ത സീസണിലൂടെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് പറയാൻ വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എമണ്ടൻ ക്ലബ്ബാവും. അവർക്ക് ഞാൻ കുറച്ച് വർഷം മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്, സ്വന്തം സ്റ്റേഡിയത്തിനുള്ള സിംപ്ലി പറഞ്ഞ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പ്രോപ്പർട്ടി ഉള്ള ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ പോകുന്നത്. അവരുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ മറ്റേ പുള്ളിയുടെ വരുമാനമൊന്നുമല്ല കേട്ടോ, അത് ഓൾറെഡി ഈ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവര് അങ്ങോട്ട് തെറ്റിദ്ധരിക്കാം. ഒരു ടൂറിസം ഒരുപാട് വൻ പ്രൊജക്റ്റുകളുള്ള ഒരു സംഭവത്തിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഹെവി ആയിട്ട് വരും. അതായത് മോഹൻ ബഗാനൊക്കെ ഞെട്ടിയുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. സ്വന്തം സ്റ്റേഡിയം ഉണ്ടാക്കും, ഇത് കൂടുതലൊന്നും പറയാനില്ല. സ്വന്തം സ്റ്റേഡിയം ഉണ്ടാക്കും, അതിനുള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ബട്ട് ആ പേരന്റൽ ഗ്രൂപ്പ് ഡയറക്റ്റ് മാഗ്നവുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ല. കാരണം മാഗ്നവുമായിട്ട് നടത്തുന്ന എല്ലാ സാമ്പത്തിക ക്രമങ്ങൾക്കും കോടതിയിൽ നിന്നും സ്റ്റേ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻജങ്ഷൻ ഓർഡർ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് മാഗ്ന കംപ്ലീറ്റ്ലി എക്സിറ്റഡ് ആയാൽ മാത്രമാണ് ഇന്റർമീഡിയറ്റ് ഏജൻസിയിലേക്ക് ഞാൻ പറഞ്ഞ ഈ പേരന്റൽ കൺസോർഷ്യം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുവരെ ഈ മാഗ്നത്തിന്റെ കീഴിൽ തന്നെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ISL കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും എന്നുള്ളവരെ ഉറപ്പായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പം ഒരു അനൗൺസ്മെന്റ് വന്നാൽ പോലും ഈ മെയിൻ കൺസോർഷ്യത്തിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ വരില്ല. കാരണം അവർക്ക് ഒരു കംപ്ലീറ്റ് മാഗ്നം ഇതിൽ നിന്ന് എക്സിറ്റഡ് ആയാൽ മാത്രമേ അവരുടെ സാധനം വരത്തുള്ളൂ. ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവരുടെ താല്പര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ ISL നിലനിർത്തുക എന്നുള്ളത് പുതിയ കൺസോർഷ്യത്തിന്റെ പേരന്റൽ കൺസോർഷ്യത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം ഈ ഒരു സീസൺ കളിച്ചാൽ മാത്രമേ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ. സോ ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കും. ഒരു ഇന്റർമീഡിയറ്റ് കൺസോർഷ്യത്തിന്റെ ഇടപെടലോടുകൂടി മാഗ്നം തന്നെ ആയിരിക്കും. അതായത് മാഗ്നത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഇത്രയും ദിവസത്തെ സാധനമെല്ലാം മനസ്സിലാക്കിയതിന്. അപ്പം താങ്ക് യു ഫോർ ഓൾ ദിസ്.